നമസ്കാരം. നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസിന്റെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. ചോറ്റാനിക്കര പോലീസാണ് കേസെടുത്തത്. ഇന്നലെ രാത്രി 8:45ഓടെയാണ് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ ബോധരഹിതനായ നിലയിൽ നവാസിനെ കണ്ടെത്തുന്നത്. തുടർന്ന് ചോറ്റാനിക്കര ടാറ്റ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക വിവരം. പ്രഗമൻ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായാണ് നവാസ് ചോറ്റാനിക്കരയിലെത്തിയത്. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾ തീർന്നതിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അർദ്ധരാത്രി 12 മണിയോടെയാണ് നവാസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. ഇന്ന് വൈകിട്ട് 4 മണി മുതൽ 5:30 വരെ ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ പൊതുദർശനം നടത്തും. ചലച്ചിത്ര നടനായ അബൂബക്കറിന്റെ മകനാണ് കലാഭവൻ നവാസ്. ഭാര്യ രഹനയും സിനിമാ താരമാണ്. മറിമായം എന്ന ടെലിവിഷൻ പരിപാടിയിലെ കോയ എന്ന കഥാപാത്രം അവതരിപ്പിച്ച് ശ്രദ്ധേയനായ നിയാസ് ബക്കറാണ് സഹോദരൻ. ഒരു ഇടവേളയ്ക്ക് ശേഷം സിനിമയിൽ സജീവമാകവെയാണ് നവാസിന്റെ വിയോഗം. ഇന്നും നാളെയും ഷൂട്ടിംഗ് ഇല്ലാത്തതിന് വീട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു നവാസ്. ചോറ്റാനിക്കര ക്ഷേത്രത്തിന് സമീപമുള്ള ലോഡ്ജിലാണ് ഷൂട്ടിങ്ങിന് സംഘം വിവിധ മുറികളിലായി തങ്ങിയത്. ഇവർ മടങ്ങിപ്പോയ ശേഷം ഒരു മുറിയുടെ താക്കോൽ ലഭിക്കാതിരുന്നതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാരൻ അന്വേഷിച്ചെത്തിയപ്പോഴാണ് നവാസിന്റെ മുറി അടഞ്ഞുകിടക്കുന്നത് കണ്ടതും തുറന്നു നോക്കിയതും. മിമിക്സ് ഷോകളിലൂടെയാണ് നവാസ് കലാരംഗത്തേക്ക് പ്രവേശിച്ചത്. കലാഭവൻ ട്രൂപ്പിൽ അംഗമായിരുന്നു നവാസ്. 1995-ൽ ചൈതന്യം എന്ന സിനിമയിലൂടെയാണ് അഭിനയം തുടങ്ങുന്നത്. ജൂനിയർ മാൻഡ്രേക്ക്, മാട്ടുപ്പെട്ടി മച്ചാൻ, ചന്ദ മാമ തുടങ്ങിയ സിനിമയിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. അടുത്തിടെ പുറത്തിറങ്ങിയ ഇഴ എന്ന ചിത്രത്തിൽ ഭാര്യ രഹനയോടൊപ്പം ശ്രദ്ധേയമായ വേഷം അവതരിപ്പിക്കുകയും നിരൂപക പ്രശംസ നേടുകയും ചെയ്തിരുന്നു. മെഹ്റിൻ, റൈഫാൻ, റിദ്വാൻ എന്നിവരാണ് മക്കൾ. കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിതമായ വിയോഗത്തിന്റെ ഞെട്ടലിലാണ് സിനിമ സീരിയൽ മേഖലയെ എല്ലാവരും. മരണവിവരം അറിഞ്ഞ സിനിമാ മേഖലയിൽ ദിലീപ് അടക്കമുള്ള മിക്കവരും സ്വകാര്യ ആശുപത്രിയിൽ എത്തിയിരുന്നു. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. പാരമ്പര്യ തനിമയുള്ള ഡിസൈനർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഹെറിറ്റേജ് ജ്വല്ലറി ഷോ. പഴമയുടെ സൗന്ദര്യത്തോടൊപ്പം പുതുമയുടെ ഡിസൈൻ സങ്കല്പങ്ങൾ ഒത്തുചേരുന്ന അത്യപൂർവ ആഭരണങ്ങൾ. ഒപ്പം മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. വരൂ, ഓഗസ്റ്റ് 22 മുതൽ 25 വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അടൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ഹെറിറ്റേജ് ജ്വല്ലറി ഷോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം.